ഒന്നാം അധ്യായത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ വായിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. 15 മുതൽ 20 വരെ വായിക്കാം. വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇരുടാത്ത സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ സൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതന ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലമൊത്തത്തിന് വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമില്ലെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മൾ ചിലത് പ്രാപിക്കണം, നമ്മൾ ചിലത് ആർജിക്കണം. പ്രാപിക്കേണ്ടത് എന്താണ് നമ്മൾ പറയുന്നത്? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നമുക്ക് ലഭിക്കണം. അതിനുശേഷം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയാൻ പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയല്ല. എന്നാൽ ഭൗതിക കാര്യങ്ങൾ നടക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചോണം. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ വേണേ പ്രാർത്ഥിച്ചോളൂ. എന്നാൽ അദ്ദേഹം, ആ ശ്രേഷ്ഠനായ ദൈവദാസൻ, ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടത്തില്ല. കാരണം പുള്ളി നമ്മുടെ വീട്ടിൽ വന്നാൽ ഇത് തന്നെ പ്രാർത്ഥിക്കൂ. കർത്താവേ, ഇവർക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ കൊടുക്കണമേ, പരിജ്ഞാനം കൊടുക്കണേ പ്രാർത്ഥിച്ചാൽ പിന്നെ അധികം ദിവസം നമ്മുടെ വീട്ടിൽ വരേണ്ടി വരും. കാരണം ഉടനെ ചോദിക്കും, ഞങ്ങൾക്ക് പരിജ്ഞാനം ഇല്ലേ സാറ്? അപ്പൊ അദ്ദേഹം ഈ കാലത്ത് ശുശ്രൂഷ ചെയ്യാൻ ബുദ്ധിമുട്ടുമായിരുന്നു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെതിരില്ല. നിങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കണം. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായത് ഇതൊക്കെ ശരിയായിക്കോളും, ഇത് കിട്ടാവോ. അപ്പോൾ പൗലോസ് ഇന്ന് നമ്മെ കൂട്ടിയിരുത്തി പ്രാർത്ഥിച്ചാൽ അദ്ദേഹം ഇത് തന്നെ പ്രാർത്ഥിക്കും. ദൈവമേ, അവരെ നീ വിളിച്ചത് എന്തിനാണെന്ന് അവരറിയണം. അവരുടെ ദൈവം ആരാണെന്ന് അവരറിയണം. അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്ന് അവരറിയണം. അത്ര അവരറിഞ്ഞാൽ അവരുടെ നിരാശ മാറും, അവരുടെ അസ്വസ്ഥത മാറും, അവരുടെ ടെൻഷൻ മാറും. വാസ്തവത്തിൽ നമുക്ക് എന്തൊക്കെയോ അറിയാമെങ്കിലും നമുക്കറിയേണ്ടതൊന്നും അറിയില്ല. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നാം ചില കാര്യങ്ങൾ അറിയണമെന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ടായിരിക്കും ഈ സന്ദേശം പോകുന്നത്. എന്നാൽ ഇന്ന് നാം പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട ഈ കാര്യത്തെ ധ്യാനിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ നാം അറിയേണ്ട 2 കാര്യങ്ങൾ പൗലോസ് തിരുത്തുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വം നിങ്ങൾ അറിയണം. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ അറിയണം. അതിൽ ഈ ഭാഗത്ത് ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഇതിലേതാ പ്രധാനം? 2 പ്രധാനമാണ്. ഒന്ന് അറിയാവുന്നവർക്ക് മറ്റൊന്നറിയില്ല. ശക്തി അറിയാവുന്നവർക്ക് വ്യക്തിയെ അറിയില്ല. വ്യക്തി അറിയാവുന്നവർക്ക് ശക്തി അറിയില്ല. ഞാൻ വിശദീകരിക്കാം.
കൊരിന്ത്യ ലേഖനം 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. വളരെ ശാന്തമായിട്ട് നമുക്ക് പോയാൽ മതി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് അറിയാം, പക്ഷെ അറിയില്ല. ഞാൻ വിശദീകരിക്കാം. ഇത് വേറെ ഏതെങ്കിലും സഭയ്ക്ക് എഴുതിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന സഭയാണ് കൊരിന്ത് സഭ. പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സഭയാണ് കൊരിന്ത് സഭ. ഈ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോഴാണ് ഇത് പറഞ്ഞത്. മറ്റുള്ള സഭയ്ക്കായിരുന്ന കുഴപ്പമില്ല. നോക്കൂ, ഇവരുടെ പ്രത്യേകത അറിയണമെങ്കിൽ 1 കൊരിന്ത്യർ 14-ാം അധ്യായം 27 എന്ന് വായിക്കൂ. അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്ത്. അപ്പൊ അവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ആ സഭയിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അന്യഭാഷ കാരണം വേറെ ഒന്നിനും നേരെയില്ല. ശരിയാണോ? അപ്പൊ അതിനെ ഒന്ന് ക്രമപ്പെടുത്തണമെന്നായി ലേഖനത്തിലൂടെ പറയും. അതിനെ പരിജ്ഞാനത്തിൽ ഉപയോഗിക്കണമെന്നായി ലേഖനത്തിൽ പറയും. അന്യഭാഷയിൽ എന്തൊക്കെ ചെയ്യാം? അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാം. 2, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം. 3, അന്യഭാഷയിൽ പ്രവചിക്കാം, അല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ പ്രവചനമാവും. 4, അന്യഭാഷയിൽ ആരാധിക്കാം. 5, അന്യഭാഷയിൽ പാടാം. ഇതിനൊക്കെ ബൈബിളിൽ ലൈസൻസ് തരുന്നുണ്ട്. എന്നാൽ അന്യഭാഷയിൽ പ്രസംഗിക്കാൻ അനുവാദം തരുന്നില്ല. 10,000 വാക്ക് അന്യഭാഷയിൽ പറയുന്നേക്കാൾ 10 വാക്ക് ബുദ്ധി കൊണ്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് പ്രസംഗിക്കുന്ന കാര്യമാണ്. കാരണം മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാകേണ്ടത്. അതേ പിടിച്ചുകൊണ്ട് അന്യഭാഷ സഭയിൽ വേണ്ടെന്ന് വ്യാഖ്യാനിച്ച് കുറെ പേർക്ക് അബദ്ധം പറ്റി. അവരിപ്പോൾ ഏറെക്കുറെ ഒരു പരിധി വരെ പരാജയം സമ്മതിച്ചു തുടങ്ങി. ഒരുപാട് ആളുകൾ ഏറ്റു പറഞ്ഞു തുടങ്ങി. നമുക്കത് പറ്റിയിട്ടില്ല. നമുക്കെന്താ പറ്റിയെന്ന് നാം തിരിച്ചറിയണം. മറ്റുള്ളവർക്ക് എന്ത് പറ്റിയെന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു കാലത്തും പ്രയോജനം ഉണ്ടാകുന്നില്ല. നമുക്കെന്ത് പറ്റിയെന്ന് നാം തിരിച്ചറിഞ്ഞാൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും. അപ്പൊ ഇവിടുത്തെ പ്രശ്നം, അന്യഭാഷയിൽ സംസാരിക്കുന്നവർ വളരെ കൂടുതലുള്ള ഒരു സഭയായിരുന്നു കൊരിന്ത് സഭ. നോക്കൂ, അടുത്ത പ്രയോഗം എന്താ നോക്കൂ, വാക്യം 28. വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. അപ്പോൾ വ്യാഖ്യാനിക്കുന്നവർ ചില ദിവസം ഇല്ല, ചില ദിവസം ഉണ്ട് ആ സഭയിൽ. ഓക്കെ, അടുത്തത് 29. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കിപ്പോ ഇല്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഈ ലേഖനം നമുക്കിപ്പോ വലിയ ആവശ്യമായിട്ട് വരില്ല. പ്രവചിക്കുന്നവരങ്ങനെ കഠിനമായിട്ടില്ല, കണ്ടവാനില്ല. ഉള്ളതിനെ എല്ലാം ഡിസ്കറേജ് ചെയ്ത് നമ്മളൊരു മൂലരാക്കിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്നാ, 1-2 കള്ളപ്രവചന്മാരല്ലേ വന്നു അല്ലേ? ഞാൻ പരസ്യമായിട്ട് പറയുന്നു, ഞാൻ പ്രവചനത്തെ പ്രവചന ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. വല്ലപ്പോഴും, ഞാൻ നാടൻ ഭാഷ പറയും, മലയാളം കോമേഴ്സ് അല്ലേ, വല്ലപ്പോഴും ഒരു പേപ്പട്ടി ഒരാളെ കടിച്ചതുകൊണ്ട് നല്ല പട്ടിയെ വിഴുകുന്നത്. ലക്ഷത്തിലൊരെണ്ണേ ഉള്ളു പേപ്പട്ടി. അതിന്റെ കാര്യം പത്രത്തിൽ വരും, അത് കടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയാണ്. എന്നാൽ വർഷങ്ങളായ യജമാനെ നോക്കുന്ന എത്ര നല്ല പട്ടിയാണ്. ആരും ഒരു വാക്ക് മിണ്ടുന്നില്ല. പ്രവചന ശുശ്രൂഷ വളരെ ഇമ്പോർട്ടന്റ്, വളരെ ഇമ്പോർട്ടന്റ്. അതിനെ തരം താഴ്ത്തി പറയുന്ന നേതൃത്വമുള്ളിടത്ത് പരിശുദ്ധാത്മാവ് നോക്കിക്കും. അതിനെ ഡിസ്കറേജ് ചെയ്യുന്ന പ്രസംഗം നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ നമ്മൾ മറ്റൊരു ബ്രദറിൻ സഭ പണിയുകയാണ്. അപ്പോ കള്ളപ്രവചനം കൊണ്ട് വന്ന ദോഷങ്ങൾ നിങ്ങളിൽ ചിലരുടെ മനസ്സിൽ പൊങ്ങി വരുന്നുണ്ടാവും. അത് ദൈവം നോക്കിക്കൊള്ളുന്നേ, വിഷമിക്കണ്ട. ഇത് ദൈവസഭയിൽ വെച്ചിട്ടുള്ള കാര്യം. ഇതിനെ ഡിസ്കറേജ് ചെയ്യരുത്, ഇതിനെ എൻകറേജ് ചെയ്യണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് ദൈവസഭയ്ക്ക് ആവശ്യമാണ്, ദൈവസഭയ്ക്ക് പ്രയോജനമാണ്. സ്തോത്രം.
ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഇവിടെ നടന്ന ഉപവാസ പ്രാർത്ഥനയിലെ ഒരു സ്ത്രീ, ഒരു 50 വയസ്സുള്ള ഒരു ആന്റി പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വിളിച്ചപ്പോൾ മുന്നോട്ട് വന്നു. അവര് മുന്നോട്ട് വന്നപ്പോൾ ഈ ദൈവദാസൻ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായല്ലേ, മകന്റെ തലമുറയില്ലാത്തവര് പ്രാർത്ഥിക്കാനല്ലേ വന്നത്? ഇതൊന്നും ഈ സഹോദരി പറഞ്ഞില്ല. ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞാനോ, പക്ഷെ അദ്ദേഹത്തിന് ആ വരം ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തിന് തൊഴിലുണ്ട്. ആ സ്ത്രീ അപ്പോഴേ കരയാൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ ആ കുഞ്ഞിനെ നമ്മുടെ സഭയിൽ കൊണ്ടു പ്രതിഷ്ഠിച്ചു. ഈ ശുശ്രൂഷ ചെറുതാണോ? ഈ ശുശ്രൂഷ വളരെ വലുതല്ലേ? ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഞാൻ നടത്തിയ 10 വർഷത്തേക്കാൾ ആ ഒരു ഒറ്റ ദൂത് എഫക്ട് ചെയ്തല്ലോ. അപ്പൊ എനിക്കത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെ നിസ്സാരമാക്കുക. എന്നിട്ട് ഞാൻ പറയും വചനം വേണം, വചനം വേണം, വചനം മാത്രം മതി. എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാ. പക്ഷെ അദ്ദേഹത്തിന് ബൈബിൾ ക്ലാസ് എടുക്കാൻ അറിയാൻ അത് വേറെ വിഷയം. അപ്പൊ അദ്ദേഹം പ്രവചിക്കട്ടെ, ഞാൻ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാം, അപ്പൊ ദൈവരാജ്യം പണിയപ്പെടും. അപ്പോ ഇത് നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഉള്ളത് വിലപ്പെട്ട ദൈവിക ശുശ്രൂഷയെ നിസ്സാരമായിട്ട് സംസാരിച്ച ആ കേട് പോക്കാൻ ഇനിയെങ്കിലും നാം വളരണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ളതിന് ക്ഷമ പറയണം. സ്തോത്രം. നമ്മുടെ വിഷയം. എന്നാൽ കൊരിന്തിലെ പ്രശ്നം വേറൊന്നാണ്. ഇതുപോലെ അന്യഭാഷയും പ്രവചനവും പ്രവാചകന്മാരെ ചോദിക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്നു. 1 or 2 പ്രവാചകന്മാർ പ്രവചിക്കേണ്ട, മറ്റുള്ളവർ അന്നത്തേടെ നിൽക്കേണ്ട നാളെ പറയാവുന്നത്. അതുപോലെ ദൂത പ്രവാചകന്മാർ ചോദിക്കുക. നമുക്ക് ഇന്ന് അങ്ങനെ പ്രശ്നമില്ല. ഇല്ല, പലയിടത്തും ആരെയും കൊണ്ടേണ്ടി വരും. നമുക്കിന്ന് പ്രവാചകന്മാർ അങ്ങനെ ചോദിക്കുന്നില്ല. അന്യഭാഷയും അങ്ങനെ അധികം ഒന്നും പറയുന്നില്ല. 3-ാമത്തെ പാട്ടിന്റെ 4-ാമത്തെ വരി വരുമ്പോൾ ഒരു 2 മിനിറ്റ് വല്ലവരും പറഞ്ഞെങ്കിലായി അധികം പേരൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇല്ല. പാടാത്തേക്ക് അന്യഭാഷ ഇപ്പൊ അതാ പറയുന്നത് കേട്ടല്ലാതെ അധികം പേരൊന്നും പറയുന്നില്ല. ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ ഇല്ലാതെ, ഒരു പാട്ടില്ലാതെ ഒരു അന്യഭാഷ പറയുന്നത് ചിന്തിക്കാൻ നോക്കുന്ന കാര്യം. എന്നാൽ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. ഇതിന് അങ്ങനെ അല്ലായിരുന്നു. കൊരിന്ത് സഭ അങ്ങനെ അല്ലായിരുന്നു. എല്ലാവരും വളരെ നേരം അന്യഭാഷ പറയുന്നതായിരുന്നു. എന്നാൽ ഇവർക്കുള്ള ഒരു പ്രശ്നം തിരുത്താൻ പോവുകയാണ് പൗലോസ്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും. അതെന്താ? ഇത്രയും കൃപാവരമുള്ള ഇവരോട്, ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇവരോട് പരിശുദ്ധാത്മാവ് ചോദിക്കുക പൗലോസിലൂടെ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ അറിയില്ലേ? എന്താ പൗലോസ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് പറയാം. കൂടി വരുമ്പോഴുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കറിയാം, കൂടെ വരുന്ന പരിശുദ്ധാത്മാവിനെ അറിയില്ല. എത്ര പേർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി? കൂടി വരുമ്പോഴുള്ള പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതാ. 3-ാമത്തെ പാട്ട് കഴിയുമ്പോ വരുന്ന ആളാണ്. സംഘടനമാരെ കഴിയുമ്പോൾ പുള്ളി പോയി, പിന്നെ ഒടുവിൽ എങ്ങനെ ഒത്താൻ വരും. അതെ, അത് അന്നത്തെ പാസയുടെ കഴിവുകൊണ്ടിരിക്കും. ക്ഷമിക്കണം, മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത്. കൂടി വരുമ്പോഴുള്ള ഹോളി സ്പിരിറ്റ് ഇവർക്ക് വളരെ പരിചയമുണ്ട്. എന്നാൽ അവിടുന്ന് പോകുമ്പോൾ കൂടെ വരുന്ന പരിശുദ്ധാത്മാവിനെ ഇവർക്കറിയില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് ഞായറാഴ്ച നിങ്ങളുടെ പള്ളിയിൽ വരുമെന്നും നിങ്ങൾക്കറിയാം. നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളുടെ കൂടെ വരുമെന്നും നിങ്ങളിൽ ഇരിക്കുമെന്നും നിങ്ങളെ കറക്റ്റ് ചെയ്യുമെന്നും നിങ്ങളെ ഉപദേശിക്കുമെന്നും നിങ്ങളെ വിശുദ്ധിയിൽ നടക്കാൻ പ്രേരിപ്പിക്കുമെന്നും നിങ്ങൾ അറിയില്ലേ? ഇവിടുത്തെ പ്രശ്നം, ഇവർക്ക് ശക്തി അറിയാം, വ്യക്തി അറിയില്ല. ഇവർക്ക് വരകൾ അറിയാം, ഫലങ്ങൾ അറിയില്ല. ഇവർക്ക് കൂടി വരുമ്പോഴുള്ള സാന്നിധ്യം അറിയാം, കൂടെ വരുന്ന പ്രസൻസ് അറിയില്ല. പരിശുദ്ധാത്മാവ് കൂടെ വരുന്നു എന്ന് അറിയണം. നമുക്കറിയാത്ത ഒരു വാക്യവും ഈ ബൈബിളില്ല. പുതുതായിട്ടൊന്നും നമുക്ക് ഇനി പഠിക്കാനുമില്ല. പക്ഷെ നാം ഇക്കാര്യം അറിഞ്ഞാൽ
പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വരുന്നു. നിങ്ങൾ ദൈവത്തിന് മാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. ഈ കോൺഫറൻസിന്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ ദൈവ സാന്നിധ്യം നന്നായി അറിയാൻ നമ്മൾ ശ്രമിക്കുന്നു. എത്ര മനോഹരമായ വർഷിപ്പായി രാത്രി യോഗം തുടങ്ങിയപ്പോഴുള്ളതാവാം. നമുക്ക് അങ്ങനെ തന്നെ തുടരാം. നടക്കുമ്പോൾ സ്തുതിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇരിക്കുമ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അത്യാവശ്യ വർത്തമാനം കഴിഞ്ഞ് ബാക്കി ഹൃദയത്തിൽ വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ ജീവിക്കണം എന്നല്ലേ ഇതിന്റെയൊക്കെ അർത്ഥം. പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? എപ്പോഴും ആ പ്രസൻസ് നിലനിർത്തുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? പഴയ നിയമക്കാരൻ മോശ പർവ്വതത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ മുഖത്ത് നോക്കാൻ മേലാവണ്ണം തേജസ്സായിരുന്നെങ്കിൽ പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവനെ കണ്ടാൽ ഒരു വ്യത്യാസം മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ലേ? നമ്മുടെ വാക്കുകളിൽ ആ പ്രസൻസ് വെളിപ്പെടുകയില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ മറ്റുള്ളവർക്ക്? ആ നിലയിൽ ജീവിക്കാൻ ഒരു കൊതി നമുക്കുണ്ടാകും. നമ്മുടെ മനോഭാവത്തിൽ മാറണം. യോഗം തുടങ്ങിക്കഴിഞ്ഞല്ല ഇവൻ വരുന്നത്, ഇവൻ നമ്മുടെ കൂടെ നടക്കുകയാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വർത്തമാനം പറയാൻ ശ്രദ്ധിക്കും, ആള് കേൾക്കുമല്ലോ. ഇതുപോലെ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെന്നുള്ള അവയർനെസ് അത് നിലനിർത്തുവാൻ പൗലോസ് ഇവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ഒരൊറ്റ അറിവ് കറക്റ്റ് ആയിട്ടുണ്ടായ പിന്നെ വിശുദ്ധിയെ കുറിച്ച് പറയണ്ട, പിന്നെ വേർപാടിനെ കുറിച്ച് പറയണ്ട, പിന്നെ ദശാംശത്തെ കുറിച്ച് പറയണ്ട, പിന്നെ ഒന്നും പറയണ്ട. കാരണം പരിശുദ്ധാത്മാവ് ഉപദേശിച്ചുകൊണ്ട് കൂടെ നടക്കുകയല്ലേ. ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് നമ്മള് പരിശീലിക്കുക. ദൈവസാന്നിധ്യത്തിൽ നടക്കാനായിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ കൂടി വരുമ്പോഴുള്ള പരിശുദ്ധാത്മാവിനെയും അതിന്റെ ഓപ്പറേഷൻസ് നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങളുടെ കൂടെ വരുന്നത് നിങ്ങൾക്കറിയാമോ? രണ്ടാമത്തെ ചോദ്യം അതേ ലേഖനത്തിൽ അതേ പേജ് ഒന്ന് മറിച്ചാൽ 6-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം വളരെ ക്ലിയർ ആണ്. പക്ഷെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആശയം പിടിവിട്ടുള്ളൂ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താങ്കാങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. ഒരിക്കൽ കൂടെ ഞാനത് ഒന്ന് അക്കമിട്ട് പറയാൻ പോവാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുന്ന 3 ലെവൽ അല്ലെങ്കിൽ 3 അളവ് ഞാൻ ഈ ഭാഗത്ത് വിവരിക്കാം. ഒന്നാമത്തെ ലെവൽ അല്ലെങ്കിൽ ഒന്നാമത്തെ അളവ് അത് നമുക്കൊരു ദാനമാണ്. ഈ മൈക്ക് കണ്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നി. ഞാനത് നിങ്ങളിൽ ഒരാളോട് ചോദിച്ചു, 1 ചോദിച്ചു, 2 ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു, പല പ്രാവശ്യം ചോദിച്ചു. എനിക്കിത് ദാനമായിട്ട് തന്നു. അപ്പൊ ഇതെനിക്ക് കിട്ടി, എനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ ഇവിടുന്ന് ഈ സ്റ്റെപ്പ് ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുകയാണ്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി, നിങ്ങളിനി നിങ്ങളുടെ അല്ല പരിശുദ്ധാത്മാവിന്റെ. പരിശുദ്ധാത്മാവിനെ ദൈവത്തോട് ചോദിച്ചാൽ കിട്ടും. വാക്യമുണ്ട്, പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കും, നിങ്ങൾക്ക് കിട്ടും. ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര? അപ്പൊ ചോദിച്ചു മേടിച്ച സംഗതിയായിരുന്നു. ഓക്കെ, ചോദിച്ചു മേടിച്ച സംഗതിയാണ്. പക്ഷെ ഇത് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് എന്നെ കൺട്രോൾ ചെയ്യാൻ പോവുക. നീ ഇത് ചോദിച്ചു മേടിച്ചതായിരിക്കും, പക്ഷെ ഇപ്പൊ ഇത് നിന്നെ ചോദിച്ചു മേടിച്ചിരിക്കും. വിശദീകരിക്കാം. ഒരു ചെറുപ്പക്കാരൻ അവന്റെ അധ്യാപകനോട് ചെന്ന് പറഞ്ഞു, സാറേ 5 കൊല്ലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. അധ്യാപകൻ അവനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ നിന്നെ കിട്ടിയോ? അവൻ അതിന്റെ ഉത്തരം പറയാൻ മനസ്സിലായില്ല, ചോദ്യം പിടികിട്ടിയില്ല. ഒന്നുകൂടെ ഞാൻ പറയാം.
പരിശുദ്ധാത്മാവിന് നമ്മളെ കിട്ടുക എന്ന് പറയുന്നതും നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്ന് പറയുന്നതും ഭയങ്കര വ്യത്യാസം. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയാൽ എല്ലാ ഗുണം നമുക്ക് ഉപയോഗിക്കാം. പരിശുദ്ധാത്മാവിന് നമ്മെ കിട്ടിയാലോ നമ്മെ അവരുപയോഗിക്കാം. പിണങ്ങാതിരിക്കാതെ തുറന്നു പറയാം, എന്തിക്കോസാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. പക്ഷെ പരിശുദ്ധാത്മാവിനെ അവരെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിശുദ്ധാത്മാവിനെ നിന്നെ കിട്ടിയാൽ പിന്നെ അവൻ തീരുമാനിക്കും കാര്യങ്ങൾ. അതെങ്ങനെയാ സാറേ പറയാം? യേശുവിനെ ആത്മാവ് മരുഭൂമിയിലോട്ട് നടത്തി. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവ് അങ്ങനെ നടത്തുമോ? അത് പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളിടത്ത് നടത്തും. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളിടത്ത് നടത്തും. പരിശുദ്ധാത്മാവ് പൗലോസിനെ ഫിലിപ്പിയയിലോട്ട് നടത്തി, ഫിലിപ്പിയയിലെ ജയിലിലോട്ട് നടത്തി, പീഡനങ്ങളുടെ നടുവിലേക്ക് നടത്തി. പക്ഷെ അവിടെയും ഒരു ദൈവപ്രവൃത്തി കാണിച്ചു കൊടുത്തു. യേശുവിനെ പരിശുദ്ധാത്മാവ് നടത്തി, യേശുവിനെ പരിശുദ്ധാത്മാവ് നടത്തി മരുഭൂമിയിലോട്ട്. സുഖകരമായ കാലാവസ്ഥയിലേക്കും സമൃദ്ധിയുള്ള സ്ഥലങ്ങളിലേക്കും പോയാൽ ആത്മാവ് നടത്തിയതാണെന്നും പ്രതികൂലമുള്ള സ്ഥലത്തേക്ക് പോയാൽ പരമരയാണെന്നും ലോകം ധരിച്ചു വെച്ചിരിക്കുന്നു. തെറ്റാണ്. എവിടെ പോയി എന്നുള്ളതല്ല വിഷയം, ആര് വിട്ടു എന്നുള്ളതാണ് വിഷയം. എവിടെ പാർക്കുന്നു എന്നുള്ളതല്ല വിഷയം, ആരാണ് നിന്റെ ഗൈഡ് എന്നാണ് വിഷയം. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം, നിന്നെ നടത്തുന്നത് ആരാണെന്നുള്ളതാണ് വിഷയം. പരിശുദ്ധാത്മാവിന് നിന്നെ കിട്ടിയാൽ ടെൻഷനില്ല, ടെൻഷനില്ല, ടെൻഷനില്ല. പിന്നെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവനാണ്. എന്ത് വന്നാലും നഷ്ടം തരാൻ സ്വർഗം റെഡിയാണ്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ സകലത്തിലും ഉത്തരവാദി ആത്മാവാണ്. ഒന്നുകൂടി ആ വാക്യം നോക്കൂ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ അതിലേക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾ ഇനി താങ്കളുള്ളവരല്ല എന്നും അറിയത്തില്ലയോ? അപ്പോൾ കൊരിന്ത്യർക്ക് കൃപാവരങ്ങൾ അറിയാം, അഭിഷേകം അറിയാം, പ്രവചനം അറിയാം. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പും കൺട്രോളിങ്ങും ഉടമസ്ഥാവകാശവും പരമാധികാരവും വ്യക്തിത്വവും ദൈവത്വവും ഒന്നും ശരിക്കറിയില്ലായിരുന്നു. ഒന്നുകൂടെ നിശ്ചിതമായിട്ട് പറയാം. അവർ പ്രവചിക്കുന്നവരായിരുന്നു, അന്യഭാഷയിൽ പാടുന്നവരായിരുന്നു, ആ കൂട്ടത്തിൽ അവർ വഴക്കുണ്ടാക്കുന്നവരുമായിരുന്നു. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന സഭയും ഈ സഭയാണ്. ഈർഷ്യയും പിണക്കവും വൈരാഗ്യവും ഗ്രൂപ്പിസവും എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും യോജിച്ച ചർച്ച ചർച്ച. കാരണം നന്നായിട്ട് കൈയടിക്കും, അപ്പോൾ തന്നെ നന്നായിട്ട് അവര് കാലുകാരലും. ഇവിടുത്തെ കാര്യം ഒരു ഒന്നാം തീയതി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും 3:3 ഇരിക്കെ നിങ്ങൾ സാധാരണക്കാരല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരു ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ? 4ാമത്തെ വാക്യം വായിക്കാവോ? 3:4. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരനെന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല, നമ്മൾ സാധാരണ മനുഷ്യരാകാൻ വിളിക്കപ്പെട്ടതല്ല. ഗ്രൂപ്പിസം മഹാഭാവല്ല, സാധാരണ മനുഷ്യന്റെ ലക്ഷണം. ബാക്കിയതിൽ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഗ്രൂപ്പ് കളിക്കുമ്പോൾ നിങ്ങൾ ഓർഡിനറിയാണ്. കാരണം മനുഷ്യനാണോ ഗ്രൂപ്പിസം ഉള്ളത്? പരിശുദ്ധാത്മാവിലാണെങ്കിൽ അത് ഉണ്ടാവില്ല. ഇത്രേ ഉള്ളൂ. ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ ഉയ്യോ കാടനാണ്, ആദിവാസിയാണല്ല. ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ മോഡേൺ മനുഷ്യനെന്നായിരിക്കും പൗലോസാണ് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊ സാധാരണ മനുഷ്യരല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് സാധാരണ മനുഷ്യരല്ല. നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ടാമതിനോ
മനുഷ്യനല്ലേ സാറേ? അല്ല, അസാധാരണ മനുഷ്യരാണ്. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഒഴികഴിവുകൾ പറഞ്ഞു പഠിച്ചാൽ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്ഷപ്പെടാൻ വേണ്ടി ഒഴികഴിവുകൾ പറഞ്ഞു പഠിച്ചാൽ ഒരിക്കലും ജയിക്കാൻ പറ്റുകയില്ല. സാധാരണ മനുഷ്യരിൽ നിന്ന് ഒരുപടി ഉയർന്നവനാണ് ഞാനെന്ന് ഇന്ന് രാത്രി പറയാമോ? സ്തോത്രം. സാധാരണ മനുഷ്യരിൽ നിന്ന് ഒരുപടി ഉയർന്നവനാണ് ഞാൻ. സാധാരണ മനുഷ്യൻ വൈരാഗ്യം വെച്ചോണ്ടിരിക്കും, സാധാരണ മനുഷ്യൻ പക വെച്ചോണ്ടിരിക്കും, സാധാരണ മനുഷ്യൻ ക്ഷമിക്കുകയില്ല, സാധാരണ മനുഷ്യൻ പൊറുക്കുകയില്ല, സാധാരണ മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. എന്നാൽ ദൈവകൃപയുള്ളവൻ അവനിതൊന്നും വിഷയമല്ല. അബ്രഹാമിന്റെ മുമ്പിൽ ഒരു വിഷയം വന്നു. റൈറ്റ് അബ്രഹാമിന്റെ ഭാഗമാണ്. പക്ഷേ അവൻ ദൈവമനുഷ്യനായതുകൊണ്ട് ലോകത്തിന് വിട്ടുകൊടുത്തു ചാൻസ്. നീ എടുത്തോ ഫസ്റ്റ് ചാൻസ്, നിനക്ക് ഇഷ്ടമുള്ളത് ബാക്കി എനിക്ക് മതി. അഭിഷേകമുള്ളവർ അതിനേക്കാൾ മുമ്പിൽ നിൽക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ പണം കാണുമ്പോൾ പ്രമാണം മാറും. ലാഭമുള്ളത് നിന്റെ ലാഭം സ്വർഗത്തിലെ ദൈവം ഉണ്ടെങ്കിൽ നിനക്ക് നഷ്ടം വരികയില്ല. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും നഷ്ടം വന്നവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ എഴുതിയിട്ടോ, ഒരൊറ്റ രാത്രി മതി ദൈവത്തിന് നിന്റെ നഷ്ടം മാറ്റാൻ. നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ വലിയവരാ ദൈവം. നീ അറിഞ്ഞതിനേക്കാൾ എത്രയോ വലിയവരാ ദൈവം. ഇവർ അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും ചെയ്തിരുന്നപ്പോഴും ഇവരുടെ ഇടയിൽ പിണക്കമുണ്ട്, ഇവരുടെ ഇടയിൽ ഗ്രൂപ്പിസുണ്ട്. ഇതിന് ചില ആളുകൾക്ക് വേണ്ടി മരിക്കും, കൂടി വരുമ്പോൾ അവർ കൈയടിക്കും. ഇവർക്ക് കൃപാവും ശ്രദ്ധിക്കുന്നു. ലജ്ജയില്ലേ? ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നു എന്നറിയണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്നറിയണം. നിങ്ങൾ നിങ്ങളുടെ വകയല്ലെന്നറിയണം. ഇതെല്ലാം നമുക്കറിയാവുന്ന വാക്കുകളാണ്. എന്നാൽ അത് നമ്മളോട് തന്നെ ഒന്ന് പറയണില്ല. നീ നിന്റെ വകയല്ല, നീ നിന്റെ വകയല്ല കേട്ടോ. തോമസേ, നീ നിന്റെ വകയല്ല. രാജു, നീ നിന്റെ വകയല്ല. മേരി, നീ നിന്റെ വകയല്ല. പിന്നെ ആരുടെ വകയാണ്? പരിശുദ്ധാത്മാവിന്റെ വകയാണ്. പരിശുദ്ധാത്മാവിന്റെ വകയാണ്. പരിശുദ്ധാത്മാവിന്റെ വകയാണ്. പരിശുദ്ധാത്മാവിന്റെ വകയാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങളെ ഇന്ന് രാത്രി ലഭിച്ചാൽ നമ്മൾ ആളുമാണ് ഇവര്. നമ്മൾ പല യോഗം കൂടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ 2008 മറ്റൊരു മണ്ഡലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കറിയാം ഇവിടെയുമല്ല, ഇതിനപ്പുറത്ത് ദൈവത്തിന് ചെയ്യാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു മനുഷ്യൻ സാധാരണക്കാരനല്ല. ആത്മശക്തി എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. Praise the Lord. Praise the Lord. Praise the Lord. അപ്പോൾ രണ്ട് കാര്യമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിയില്ല. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ അതല്ല പറയുന്നത്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി നിങ്ങൾ അറിയണം. അപ്പോ വ്യക്തിത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദൈവത്വം, വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞ ന്യൂമറ്റോളജിയുടെ പോയിന്റ് 12 അറിയാം. പക്ഷെ ശക്തിയില്ല. അത് വേറൊരു കൂട്ടം. അവർക്കതിനെ കുറിച്ചൊന്നും അറിയാതെ ഒരു മനുഷ്യൻ ഒരു കടയിൽ കയറി ചെന്നിട്ട് ഒരു ബ്രൂ കോഫി 2 പപ്സും തരാം. അകത്തുനിന്ന് ഒരാൾ വന്നിച്ച് പറഞ്ഞു, ഇവിടെ അത് കിട്ടുകയില്ല. അത് കാപ്പിക്കടയുടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന, ഇവിടെ പെയിന്റ് കടയാണ്. ബ്രൂ കോഫി പപ്സ് എന്നൊക്കെ പുള്ളി എഴുതുക, വേറെ കടയിൽ കൊടുക്കാറുള്ളതാണ്. കേക്ക് പാടുന്ന ഇങ്ങനെ എഴുതിയെല്ലാം വെച്ച് ക്ലിയർ ആയി ഉണങ്ങാൻ വെച്ചിരിക്കുക പുറത്ത്. അത് കണ്ടോട്ട് കയറി വന്നു. ഇവിടെ ഈ സാധനം ഉണ്ടാക്കുന്നില്ല, കഴിക്കുന്നില്ല. ചിമ്പോ ഇതിന്റെ ലിസ്റ്റ് എഴുതിയിരിക്കുക, ന്യൂമറ്റോളജി 12 പേര്. ഇവിടെ കിട്ടുകയില്ല. എന്നാൽ ഇതൊന്നും അറിയാൻ മേലാത്ത ജനത്തിന് കിട്ടുന്നുണ്ട്. ഇന്ന് രാത്രി കണ്ണു തുറക്കണം. ഇവിടുത്തെ കാര്യം ദേവദാസൻ സാർ നേരത്തെ പറഞ്ഞതിന് എനിക്ക് തിരിച്ചത് നല്ല കാര്യം കേരളത്തിൽ പറയാനുണ്ട്. ഇവിടെ പാസ്റ്റർമാരുകൾ കൂടുന്നു, സഭകൾ കൂടുന്നു, വിശ്വാസികൾ കൂടുന്നില്ല. കേരളത്തിൽ ഇപ്പൊ തിരിഞ്ഞു സംഭവം. കേരളത്തിൽ വിശ്വാസികളുടെ എണ്ണം കൂടുന്നുണ്ട്.
1000, 2000, 3000 ഒക്കെ പേര് കൊടുത്ത കൂട്ടായ്മ ഒരു മാസം മതി അവരെ നടത്താൻ. സംഗതി മാറി. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ സ്ഥിതി മാറിക്കഴിഞ്ഞു. ഇന്ത്യയുടെ സ്ഥിതി മാറിക്കഴിഞ്ഞു. ഏറ്റവും വരണ്ട പ്രദേശം എന്ന് വിചാരിച്ച സ്ഥലങ്ങൾ ഉണർന്നു കഴിഞ്ഞു. കണ്ണൂരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നാനം നടന്നത്. 1000 പേര് ഒരു ഒറ്റ മുല്ലങ്കര സാർ മുന്നോട്ട് വന്നതാണ്. നമ്മുടെ നോടത്തിൽ പൂർണ്ണമല്ലെന്ന് തോന്നുന്നു ഈ ഗ്രൂപ്പിനെയൊക്കെ കണ്ട. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് ഭൂതക്കണ്ണാടി വെച്ച് നമ്മൾ നോക്കും. ദൈവത്തിന്റെ പ്രവൃത്തി മറുവശത്തോട് നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് നമ്മളീ പറഞ്ഞ ന്യൂട്രോളിയോട്ട് അറിയത്തുള്ളൂ. ഇതിന്റെ എല്ലാം പോയിട്ടൊന്ന് എണ്ണിപ്പറ്റി അറിയാലോ. പക്ഷെ അവിടെ പാർട്സ് ഉണ്ട്. അവിടെ കട്ട്ലേറ്റ് ചോദിച്ചാൽ റെഡി, ചൂടുള്ളത് എടുത്ത് കൊടുക്കും. പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാവും. ഒരു ഭാവി കടന്നു വന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ അന്തരംഗത്തെ വെളിപ്പെടുത്തും. നീ സാന്നിധ്യം അറിയണം, ശക്തിയും അറിയണം. വ്യക്തി അറിയണം, ശക്തി അറിയണം. വചനത്തിന്റെ പൊരുൾ അറിയാവുന്നവരാ ദൈവമക്കൾ. പക്ഷെ അതിന്റെ ശക്തിയും കൂടെ അനുഭവിക്കണം. ഇത് രണ്ടുമാണ് പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലെ പ്രധാന ആജ്ഞ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്കിത് അനുഭവിക്കാം? സാന്നിധ്യത്തിൽ ജീവിക്കുക, ഇതാണ് അതിന്റെ മാർഗം. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക, ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ വന്നതിനൊന്നും ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നു അറിയുന്നില്ലയോ? അറിയുന്നില്ലയോ? വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി അളവറ്റ വലിപ്പങ്ങൾ അറിയണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുക? ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെങ്ങനെ പ്രാക്ടിക്കലാക്കാം എന്ന ചോദ്യത്തിന് ഉത്തരം സിമ്പിളായിട്ട് പറയാം. വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് തപ്പിയെടുക്കാം. ഇടപെടാതെ പ്രാർത്ഥിക്കും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. എപ്പോഴും സന്തോഷിക്കും. ആ വാക്യം 1 തെസ്സലോനിക്കർ 5:17 3 കാര്യം. എപ്പോഴും സന്തോഷിക്കും. എവിടാതെ പ്രാർത്ഥിക്കും. ഇത് എന്നോടൊരു സഹോദരൻ ചോദിച്ചു, ഈ ക്ലാസ് എടുത്തോണ്ട് ഇത് നടക്കുന്ന കാര്യമാണോ? ഇത് നടക്കുന്ന കാര്യമാണോ? എപ്പോഴും സന്തോഷിക്കുന്നത്. അന്നേരം ഞാൻ ശരിയാണ്, വാക്യം മേടിക്കാൻ കിട്ടും 5 രൂപ, എപ്പോഴും സന്തോഷിക്കും. ഇതോടാവുന്ന നടക്കാത്ത കാര്യമില്ല, എഴുതി വെച്ചോണ്ട് വരും. എപ്പോഴും നീ സന്തോഷിക്കും. സത്യമില്ലേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു ബ്രദറെ, നമുക്കൊന്ന് തിരിക്കാതെ ആരുടെയും തിരിക്കുന്നത് പറയാം. സമാഗമന കൂടാരത്തിൽ ഓർഡർ നോക്കിയാൽ ആദ്യം പ്രവാസന പറയും. വന്ന് ഒടുവില്ല പ്രാകാരം. പക്ഷെ മനുഷ്യൻ ചെല്ലുന്നത് ആദ്യം എവിടെയാണ്? അപ്പൊ തലതിരിക്കാം. ദൈവത്തിന്റെ ഓർഡറിലാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന്റെ ഓർഡറിലേക്ക് ചെയ്താൽ മതി. കൃപാസനത്തിലോട്ട് നമുക്ക് പോകാൻ നോക്കില്ല. അവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം. എപ്പോഴും സന്തോഷിക്കുന്ന എന്നോടാ പ്രാർത്ഥിക്കുക, എല്ലാവരും സ്വന്തം എന്നോട് ഒടുവിൽ പറഞ്ഞിരിക്കുന്ന സ്വതന്ത്രം നമുക്ക് അതേ തുടങ്ങാം. അപ്പൊ എപ്പോഴും സന്തോഷിക്കാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും സ്വതന്ത്രം ചെയ്യാൻ പറ്റും. പനിയുള്ളപ്പോഴും, തലവേദന ഉള്ളപ്പോഴും, പല്ലുവേദന ഉള്ളപ്പോഴും, വണ്ടിയുടെ ടയർ തയ്യാറായിരിക്കുമ്പോൾ സ്വതന്ത്രം ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ട്രൈ ചെയ്താൽ പറ്റും. എപ്പോഴും സന്തോഷിക്കാൻ ബുദ്ധിമുട്ടല്ല, സ്വതന്ത്രം ചെയ്യാൻ പറ്റും. അപ്പൊ സ്തോത്രം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തേതിലേക്ക് കയറാം. അതേതാ? ഇടവിടാതെ പ്രാർത്ഥിപ്പി. അപ്പൊ സ്തോത്രത്തിൽ നിന്ന് പ്രാർത്ഥനയിലോട്ട് കയറാം. ഏത് ഘട്ടത്തിന് നടുവിലാണെങ്കിലും പ്രാർത്ഥനയിലോട്ട് കയറാൻ പറ്റും. ഇത് രണ്ടുമായ മൂന്നാമത്തേത് വരും. സന്തോഷം എന്ന് പറഞ്ഞ പൗലോസ് ഇതുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എപ്പോഴും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കണമെന്നാണ്. സ്വന്തം കുറച്ചുകൂടി എളുപ്പവഴി ഏതാ? അതോടെ കാണിച്ചിട്ട് ഈ രാത്രിയിലത്തെ സന്ദേശം ഇവിടെ നിർത്താം. 1 കൊരിന്ത്യർ 14:4
കണ്ടോ? ഇനി രണ്ടാം വാക്യം. രണ്ടാം വാക്യം. അന്യഭാഷകൾ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. മതി. ഇനി 18-ാം വാക്യം. നിങ്ങളെല്ലാവരും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മതി. 3 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിച്ചത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകും. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊക്കെ സംസാരിക്കും. ദൈവത്തോട് ഡയറക്റ്റ് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് തന്ന ഒരു കോഡാണ് അന്യഭാഷ. അതിന് ലിപിയില്ല, ട്രാൻസ്ലേഷൻ. ഇത് തിരിയല, ഇത് മനസ്സിലാക്കില്ല. ബൈബിൾ പറയുന്നു അത് മനസ്സിലാക്കി. പിന്നെ ആർക്കാ മനസ്സിലാകുന്നത്? മനസ്സിലാകേണ്ട ആൾക്ക് മാത്രം. ആരോട് പറയുന്നോ അങ്ങേർക്ക് പിടികിട്ടും. പറയുന്ന നിനക്ക് പോലും മനസ്സിലാക്കി. അന്യഭാഷ ബൈബിളായി പറയുന്നത് അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോട്. ആര് തിരിച്ചറിയും? ഇതിന് ലിപിയില്ല, ട്രാൻസ്ലേഷൻ ഇല്ല. ദൈവത്തോടെ സംസാരിക്കും. അടുത്ത വാചകത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്ന തനിക്ക് താൻ ആത്മീയ വർദ്ധന. 3-ാമത്തെ വാചകത്തിൽ ഞാൻ നിങ്ങളെല്ലാവരും ഒരു അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ആത്മീയ വർദ്ധന വരുത്തുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ 3 ഉപയോഗങ്ങൾ ഇതിനുണ്ട്. 3 ഉപയോഗങ്ങൾ. ആത്മീയ വർദ്ധന വരുത്തുന്നു, ദൈവത്തോട് ആശയവിനിമയം നടത്താം, ദൈവത്തെ മഹത്വപ്പെടുത്തും. അടുത്ത സുഹൃത്തുക്കളുമായിട്ട് എത്ര വർത്താനം പറഞ്ഞാലും തീരില്ല. ചിലപ്പോൾ നമ്മൾ പറയും വാക്കുകൾ കിട്ടുന്നില്ലെന്ന് പറയും. സ്നേഹമുള്ളവർ പറയും വാക്കുകൾ ക്ഷാമമില്ല. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇവിടെ വൊക്കാബുലറിക്ക് പഞ്ഞമില്ല. ദൈവത്തോട് സംസാരിക്കാനായി ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ആത്മീയ വർദ്ധന വരുത്താൻ. ഒന്ന് ശ്രദ്ധിക്കാവോ? ഇവിടെ എന്താ പ്രശ്നം? നിങ്ങളെല്ലാവരും അങ്ങനെ സംസാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ലാത്തോടെ ധാരണ തിരുത്താൻ പറയുകയാണ്. എവിടെയോ ചില തെറ്റിദ്ധാരണ നമ്മുടെ അകത്ത് കയറി കിടക്കണം. അങ്ങനെ വെറുതെ എന്റെ ഭാഷ പറയാമോ? ഞാൻ എന്റെ സഹോദരനെ കണ്ട് വർത്താനം പറയാനുണ്ടായിരുന്നു. എന്നോട് വിശ്വസം ഇങ്ങനെ പറയുന്നു ഇല്ല. പക്ഷെ നമുക്ക് അന്യഭാഷ പറയണമെങ്കിൽ എന്ത് വേണം? ഏതാണ്ട് ഒരു ഇത് വേണ്ടേ? ട്രെയിനിങ്ങിന്റെ പ്രശ്നമാണ്. ട്രെയിനിങ്ങിന്റെ പ്രശ്നമാണ്. അന്യഭാഷ പറയാണ്ട് പ്രത്യേകിച്ച് എന്നാ ചലിക്കണമെന്ന് അതാരും സ്റ്റാർട്ടിങ്ങേ ഉള്ളത്. സഹോദരന്മാരെ, ഇത് അപ്പോസ്തല പ്രവൃത്തി 2:1 കണ്ട സംഭവം പിന്നെ കാണുന്നുണ്ടോ? തീയും വെട്ടിയും ഇതൊക്കെ ഉണ്ടോ? മുഴക്കമൊക്കെ എഴുതിയിട്ടില്ലേ? സ്റ്റാർട്ടിങ് ആണ്. നമ്മുടെ ജീവിതത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു മുഴക്കമൊക്കെ കാണും. ഇത് ഉപദേശം തന്നെ പറയുന്നത്, മനസ്സിലാകുന്ന ഭാഷ പറയുന്നേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എടുത്തു ചാടിയെന്നിരിക്കും. പിന്നെ എടുത്തു ജനലിന് മുകളിലൊക്കെ പോയാലുണ്ട്. പക്ഷെ അങ്ങനെ അഭിഷേകമുള്ളൂ എന്ന് ധരിക്കരുത്. അത് സംസാരിക്കാനുള്ള ഭാഷയാണ്, സംസാരിക്കാനാണ്, കമ്മ്യൂണിക്കേഷനാണ്. ഞാൻ കാണണോ? നൃത്തം ചെയ്തോട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നൃത്തം ചെയ്തോളാം. വർത്താനം പറയുമ്പോൾ ഞാൻ നൃത്തമോ? ചുമ്മാ വർത്താനം പറയുമ്പോൾ നടക്കുന്നേ കൂളായിട്ട്. അത് ഈ ഒരു ട്രെയിനിങ് മനസ്സിൽ കിടക്കുന്ന കാരണം പറയാൻ പറ്റില്ല. ഏതാണ് ഒരു വിഷമം പോലെയാണ്. ട്രെയിനിങ്ങിന്റെ പ്രശ്നം, ട്രെയിനിങ്ങിന്റെ പ്രശ്നം. നിങ്ങൾക്ക് ചുമ്മാ കൂളായിട്ട് വർത്താനം പറയാതെ മോനെ എന്നാ പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ പറയുന്നു. ഇതിങ്ങനെ പറഞ്ഞതിന് എന്തിനാവശ്യം മനസ്സിലാക്കാൻ വേണ്ടി. പുതുതായിട്ടൊക്കെ വന്ന ആളുകൾക്ക് അറിയില്ല. അയ്യോ അങ്ങനെ കൂളായിട്ട് പറയോ ഭക്തി. എന്റെ സഹോദരന്മാരെ, ഇത് ഭക്തി കൂടുക. അന്യഭാഷയിൽ സംസാരിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. സംസാരിക്കുന്ന തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. നിങ്ങളുടെ ശരീരം അന്നേരം ചലിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കെ. കണ്ണടയ്ക്കണ്ട, ശരീരം ചലിക്കണ്ട, ഡ്രമ്മ് കൊട്ടണ്ട, കീബോർഡ് വായിക്കണ്ട, സിയോൻ ഗീതാവിലെ പാട്ട് പാടണ്ട. വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുക, വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുക. റെസ്റ്റോറന്റിൽ കൂടെ, റെയിൽവേ സ്റ്റേഷനിൽ കൂടെ, പ്ലെയിനിൽ വെച്ച്, വീട്ടിൽ വെച്ച്, അടുക്കള വെച്ച്, കിച്ചണിൽ വെച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക.
ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ തൊടുപുഴക്കാരുള്ളൂ. തൊടുപുഴ ഡിസ്ട്രിക്ട് കൺവെൻഷൻ തൊടുപുഴ ടൗൺ ഹാളിൽ നടക്കുക. പ്രസംഗിച്ചിട്ട് ഇറങ്ങി വരിക. എന്റെ കൂടെ എന്റെ ബാബു സക്രിയ പാസ്റ്ററുടെ ഒക്കെ സുഹൃത്തായ ഒരു ജോൺ മാണി എന്ന് പറഞ്ഞ ബ്രദറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത്. അന്ന് കുടുംബമായിട്ട് പറഞ്ഞില്ല. പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ ജയിക്കബ്. അദ്ദേഹം പുറത്തു നിൽക്കുക. ഞാൻ ചോദിച്ചു, ഡോക്ടർ ഭാര്യ വന്നില്ലേ, കുടുംബം വന്നില്ലേ? നമ്മുടെ പുള്ളി സങ്കടത്തോടെ പറയും, പാസ്റ്റർ കുഞ്ഞിന് സുഖമില്ല. ഞാൻ പറഞ്ഞു, എന്താ ഒന്ന് ഫോൺ ചെയ്ത് പറയുന്നത്, കുഞ്ഞിന് എന്താ പറ്റിയേ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ഒരാഴ്ചയായിട്ട് വോമിറ്റിംഗ് ആണ്. ഇവർ രണ്ടുപേരും ഡോക്ടർമാരെ, ഭാര്യ ഭർത്താവും. ഒരു വിധത്തിലും രക്ഷയില്ല. എന്നിട്ട് എറണാകുളത്ത് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്, ലേക്ക് ഷോറിൽ പുതിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. 6 ദിവസം എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് രോഗം കണ്ടുപിടിക്കാതെ നിരാശയോടുകൂടെ വീട്ടിലേക്ക് ഇന്ന് കൊണ്ടുപോകും. അപ്പൊ എന്നിട്ട് എന്തി മായ, അതായത് ഡോക്ടർ മായ കുഞ്ഞിന്റെ അടുത്ത് വീട്ടിലിരിക്കുക. കുഞ്ഞ് വളരെ കഷ്ടപ്പെടുക. ഒരു തുള്ളി വെള്ളം കൊടുത്താൽ അപ്പടിച്ചടങ്ങി. ഡോക്ടർ പറഞ്ഞു, ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വീട്ടിലിരിക്കുക. ഹസ്ബൻഡ് മാത്രം യോഗത്തിന് വന്നു. കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങി ഈ വർത്തമാനം പറയുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ആ വീട്ടിലോട്ട് പോകും. ഞാൻ പറഞ്ഞു, ഡോക്ടർ കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ട് എടുക്കുക, നമുക്ക് വീട്ടിലോട്ട് പോകുന്നു. 10:30 മണിക്ക് പ്രസംഗം കഴിഞ്ഞ് ഒരുപാട് ക്ഷീണിച്ചായിരുന്നെങ്കിലും നേരെ ഡോക്ടറെ വീട്ടിലോട്ട് പോയി. ഈ ഫെബ്രുവരി നടന്ന കാര്യമാണ്. വീട്ടിൽ ചെല്ലുമ്പോ പുള്ളിക്കാരത്തി കരഞ്ഞോണ്ട് വന്ന് ഡോർ തുറന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നത്തെ യോഗം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വളരെ വിഷമിക്കുകയായിരുന്നു. പാസ്റ്റർ വന്നത് വളരെ നന്ദി. ഞാൻ പറഞ്ഞു, വർത്താനം ഒന്നും പറയാനില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ പാടാവും. ഞാൻ അവിടെ ഇരുന്നു. ഛർദ്ദിച്ച് എഴുന്നേക്കാൻ പറഞ്ഞ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നിരിക്കും. 10:30 മണിക്ക് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി. 11:30 വരെ അവിടെ പ്രാർത്ഥിച്ച് ഒരു കുറെ സമയം ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഡോക്ടർ മായ വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്റർ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അതെന്താ? എനിക്ക് ലഭിച്ചിട്ടില്ല. എന്താ ഇത്ര നാളായിട്ട് ലഭിക്കാതെ? അറിയാമോ? എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് എനിക്കറിയാം. ഈ ആവശ്യമില്ലാത്ത പുസ്തകമൊക്കെ ആദ്യം വായിക്കും, അത് പിന്നെ പോകത്തില്ല. അതായത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കുറെ സാധനങ്ങൾ കിട്ടാനുള്ള ഇഷ്ടം അത് ആദ്യത്തിലേക്ക്. മിക്കവാറും പേര് പഠിക്കുന്ന ബുക്ക് അതൊക്കെയാണ്. പിന്നെ അത് ഇളക്കി കളയാൻ കയറും. ഡിലീറ്റ് ചെയ്യാൻ വലിയ പാടാണ്. റെക്കോർഡ് ചെയ്യാൻ അത്ര പ്രശ്നമില്ല. മൊബൈലിനകത്ത് ഡിലീറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ അവർ ചോദിക്കുക, ആർ യു ഷുവർ? നമ്മൾ ഡിലീറ്റ് ചെയ്ത് പിന്നെ എന്തിനു ചോദിക്കണം? ഫോട്ടോ ഒരു സ്വിച്ച് കൂടി കേൾക്കുമ്പോ ഷുവർ, പിന്നെ നോക്കി. ഇതായത് പ്രശ്നം. ആർ യു ഷുവർ? ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞോ എന്നാൽ അനുഭവം കിട്ടാമോ? പുതിയ അനുഭവം ലഭിക്കാമോ? പഴയ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യാവോ? വേറെ ഈ ഫോണിനകത്ത് മെസ്സേജ് വന്നങ്ങ് നിറയുമ്പോ ഇങ്ങനെ കാണിക്കാറുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നത് പഴയത് കളയണോ പുതിയത് കളയണോ? അതിനെ ഇപ്പോഴും ചോദിക്കാൻ പറഞ്ഞു. പഴയത് കളയുമ്പോ ഇപ്പൊ പുതിയത് കളയും. ഓൾഡ് സ്റ്റോക്ക് എടുത്ത് കള, നല്ലൊരു അഭിഷേകം ഇതിനകത്ത് ലഭിക്കും. കളവുകൂടെ പറഞ്ഞില്ലല്ലോ. ഈ സഹോദരനോട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ബൈബിൾ എടുക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ പാകിയത് ഇത്ര വലിയ പാഠമൊന്നുമില്ല. 46 ദിവസം ഇരിക്കണം ഒരിടത്തും എഴുതിയിട്ടില്ല. പാട്ട് പാടണമെന്ന് എഴുതിയിട്ടില്ല. വചനം പറഞ്ഞപ്പോൾ ആത്മാവ് വന്നെന്ന് എഴുതിയിട്ടുണ്ട്. ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഇതേ വാക്യങ്ങൾ കൊണ്ട് വായിച്ചു കേൾപ്പിച്ചു. ഞാൻ അവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു. 11:30 ഞങ്ങൾ പോവുക. സിസ്റ്ററിന്റെ രാത്രി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കൊച്ചിന്റെ രോഗമൊക്കെ മാറി. കൊച്ചിന്റെ രോഗമൊന്നും അല്ല വിഷയം. പരിശുദ്ധമ്മ വേറെ വഴിക്ക് വിട്ടു. ഞങ്ങൾ വീട്ടിൽ പോയി. ഞാൻ ഈ വന്ന് കിടന്നപ്പോൾ 12:30. ഞാൻ പറയും വൈകി കിടക്കുന്ന ഞാൻ ഇച്ചിരി വൈകി എഴുന്നേൽക്കുള്ളൂ. രാവിലെ വിളിക്കുന്ന ഫോണൊന്നും എനിക്ക് തരണമെന്ന് പറയാറുണ്ട്. പക്ഷെ ഈ സഹോദരി 5:45 വിളിച്ചു. ഡോക്ടർ മായ പാസ്വേയിൽ ഒന്ന് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവളെന്റെ കൊണ്ടൊന്ന് ഫോൺ. ഇവര് കരയും. ഞാൻ ചെന്നുകഴിഞ്ഞാൽ ഞാൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഉടനെ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് സിസ്റ്ററെ ഒന്ന് വിവരിക്കാവോ? ഞാനിത് ബൈബിൾ ക്ലാസ് എടുക്കുന്ന ആളാ. വിവരിക്കാം. പാസ്റ്റർ വചനം പറഞ്ഞെന്നില്ലേ? പറഞ്ഞു തന്നപ്പോ എന്നെ കെട്ടഴിഞ്ഞു. നിങ്ങൾ പിടിയിട്ട് പറഞ്ഞു. സത്യം അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. സത്യം അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. അനേക വർഷങ്ങൾ പെന്തക്കോസ്റ്റിൽ ഇരുന്നിട്ടും ഈ കെട്ടഴിയാത്ത ആളുകളുണ്ട്. ഈ കോൺഫറൻസിൽ ചേർന്ന കെട്ട ദൈവം അഴിക്കുന്ന രാത്രി. ഞാൻ ആ സഹോദരൻ ചോദിച്ചു, തുടർന്ന് എന്ത്
എന്ത് സംഭവിച്ചു? പാസ്റ്റർ വചനം പറഞ്ഞൊഴിക്കുമ്പോൾ എന്റെ അകത്തുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറി. ഞാൻ ധരിച്ചിരുന്നത് ഭയങ്കര വിശുദ്ധിയുള്ളതൊക്കെ കിട്ടുള്ളതാണ്. അല്ല, യേശു കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഏതൊരാൾക്കും ലഭിക്കും. സ്വയം വിശുദ്ധി കൊണ്ടല്ല, സ്വയനീതി കൊണ്ടല്ല, കൃപ കൊണ്ടാണ് ലഭിക്കുന്നത്. കൃപ കൊണ്ടല്ല. നാം അശക്തരായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോഴാണ് ദൈവകൃപ നമ്മളെ പകരുന്നത്. പിന്നെ എന്താ ദിവസം തെറ്റായ ധാരണകൾ മനസ്സിൽ നിന്ന് മായിച്ചു കളയുക. കൊച്ചു കുഞ്ഞിനെ പോലെ, പൊട്ടനെ പോലെ വിശ്വസിക്കുക. വായ തുറന്നു ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുക. ലഭിക്കുന്ന ഭാഷ ഒന്നും സംശയിക്കാതെ ശക്തിയോടെ പറയുക. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. അഭിഷേകം പ്രാപിച്ച നാളിൽ ഏതാണ്ട് ഒരു ചെറിയ ശബ്ദം മാത്രം കിട്ടിയിട്ട് 10 കൊല്ലമായിട്ട് അത് തുടരുന്നവരുണ്ട്. ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. കൊച്ചുകുട്ടി ഭാഷ പറഞ്ഞ് പഠിക്കുന്നത് ക്രമേണയാണ്. നിങ്ങൾക്ക് ലഭിച്ച അന്യഭാഷയെ നിങ്ങൾ ലജ്ജിക്കരുത്. പറയണം. അതിനെ അടുത്തിരുന്ന് ഒരുത്തൻ കണ്ടുപിടിച്ച് നോക്കി അവന്റെ കഷ്ടകാലം ഓർത്തോണ്ടാ മതി. നീ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട. നിനക്ക് കിട്ടിയത് സ്വർണ്ണമാണ്. എന്ത് സംഭവിച്ചു പിന്നീട്? ഞാൻ ആ ബൈബിൾ വാക്യങ്ങൾ വീണ്ടും വായിച്ചു. എന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. എനിക്ക് പഠിക്കാൻ ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ചു, തുടർന്ന് എന്ത് സംഭവിച്ചു? ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്റെ നാവിലൂടെ പിന്നെ വന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ രാത്രി മുഴുവനും ഇതേ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, കൊച്ചിന്റെ രോഗം എങ്ങനെയുണ്ട്? പുള്ളിക്കാരത്ത് പറഞ്ഞു, ഞാൻ മറന്നുപോയി. കൊച്ചിന്റെ വിഷയം ഞാൻ വിട്ടുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ വീണ്ടും വിളിച്ചു, കൊച്ചിനെങ്ങനെയുണ്ട്? കൊച്ചു പിന്നെ ഛർദ്ദിച്ചിട്ടില്ല. നിങ്ങൾക്ക് രോഗശാന്തിയുടെ മർമ്മം പിടികിട്ടിയോ? രോഗശാന്തിയുടെ മർമ്മം പിടികിട്ടിയോ? ഇന്ന് രാത്രി ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നിങ്ങളെ വിട്ടുവിട. അഭിഷേകത്തിന്റെ പുതിയ നിറത്തിന് വേണ്ടി രാത്രി